അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റും വെജിറ്റേറിയൻ കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 വീക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ പെർമിഷനോട് കൂടി തന്നെ എനിക്ക് ഒരു നോൺ വെജ് ഫുഡൊക്കെ കഴിക്കാൻ കൊതിയായിട്ട് ഞങ്ങളിങ്ങനെ ഒരു യാത്രയൊക്കെ പോയപ്പോൾ നമ്മൾ കുട്ടനാട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കണ്ടൊരു സ്ഥലമാണ് ഈ ഗരുഡാഗിരി എന്ന് പറയുന്നൊരു ഷാപ്പാണ്. ആക്ച്വലി ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു ഷാപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രകൃതി ഭംഗിയാണ് സത്യം പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളൊരു ആകർഷണം. കാരണം ഈ ഒരു കായലിൻ്റെ തീരത്ത് ഈ കാറ്റും ശരിക്കും പറഞ്ഞാൽ നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു ശരിക്കും ഹൈലൈറ്റ്. അപ്പം ഞാൻ ഈ നാടിൻ്റെ സൗന്ദര്യം മൊത്തം ഇങ്ങനെ എൻ്റെ വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു മഴയും കൂടെ ആയപ്പോഴത്തേന് അതിൻ്റെ ഭംഗി കൂടി. നല്ലൊരു വ്യൂവും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഷാപ്പിൽ നമുക്ക് കിട്ടിയ ഫുഡെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മധുരക്കള്ള ഓർഡർ ചെയ്തായിരുന്നേ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഊണുണ്ടായിരുന്നു. അപ്പം നോൺ വെജിൻ്റെ ഒത്തിരി ഐറ്റംസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അവിയൽ, തോരൻ, കിച്ചടി, സലാഡ്, അതുപോലെ തന്നെ ഫിഷ് കറി, ചിക്കൻ കറി, ഇതെല്ലാം ആ മീൽസിൻ്റെ കൂടെ വരുന്ന ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം അത് കൂടാതെ നോർമൽ കപ്പയുണ്ട്, പിന്നെ കക്ക ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാൽക്കപ്പ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഒരു ഫുൾ തലക്കറിയാണ് കേട്ടോ. മീനിൻ്റെ തലക്കറി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു ടേസ്റ്റ് അല്ലായിരുന്നു. കാരണം ഭയങ്കര പുളി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ഇനി കഴിക്കാതിരുന്ന് കഴിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് വന്നിട്ട് താറാവ് മപ്പാസാണ് കേട്ടോ. താറാവ് മപ്പാസും നാടൻ കോഴിക്കറി. അപ്പം ഞാൻ, അമ്മ, സിസ്റ്റർ, മക്കള്, വിഷ്ണു, ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇത്രയും ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. കറിയൊക്കെ അങ്ങനെ എനിക്കൊരു ഭയങ്കര സംഭവമായിട്ടല്ല, ആ ഒരു പ്രസൻറ്റേഷൻ വൈസ് ഓക്കെയാണ്. പക്ഷേ ടേസ്റ്റ് എനിക്ക് ഓക്കെ, ഗുഡ് എന്നുള്ളൊരു ഫീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കൊണ്ടുവന്ന ഐറ്റംസിൽ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയത് പാൽക്കപ്പയും ഈ ഒരു താറാവും മപ്പാസുമാണ് കേട്ടോ. ഈ താറാവൊക്കെ ഭയങ്കര കട്ടിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് കക്ക ഫ്രൈ ആണ് ഈ കാണുന്നത്. അപ്പം ഈ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം എന്തൊക്കെയായാലും ഈ സ്ഥലം അതിഗംഭീരമാണ്. ശ്യാമസുന്ദര കേരകേദാര ഭൂമി ജനജീവിത ഫല ധാന്യ സമ്പന്ന ഭൂമി. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴാണ് ശരിക്കും നമ്മുടെ കേരളം എത്ര സുന്ദരിയാണെന്ന് തോന്നിപ്പോകുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ് ഓവറാക്കി കോളാക്കുന്നില്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.